ഇപ്പോൾ ശ്രീ അനിൽ അക്കര ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽ അക്കര, ഇപ്പോൾ ഇതാ ഈ SNDP നേതാവ് CCJന്റെ വീട്ടിൽ പരിശോധനയുണ്ട്. അവിടെ 5 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയിട്ടുണ്ടെന്ന വാർത്ത വരുന്നു. നേരത്തെ ഈ വിഷയം ബന്ധപ്പെട്ട് താങ്കൾ പ്രതികരണം നടത്തിയപ്പോൾ ഇത് CPA നേതാക്കളുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന പണമാണ് വിതരണം ചെയ്യാൻ എന്നൊരു രാഷ്ട്രീയ ആരോപണം താങ്കൾ ഉയർത്തിയിരുന്നു. അത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? അല്ല, ഇത് പിന്നെ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ചേലക്കര നിയോജനത്തിനകത്ത് വെള്ളത്തോളിനാർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിതരണം കാര്യങ്ങളൊക്കെ നടക്കുക. അതിന്റെ ഐഡന്റിഫൈ ചെയ്ത സ്ഥലവും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ പ്രധാനമായും ചേലക്കരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികജാതി കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വർക്ക് CPM ഫണ്ട് ഒഴുകി മദ്യമൊഴുക്കി നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് ഈ പറയുന്ന CC ജയൻ എന്ന് പറയുന്ന പിന്നെ ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് EP ജയരാജനും അതുപോലെ തന്നെ MR നവീമൊക്കെ അടുത്ത ബന്ധമാണുള്ളൂ. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ ചേലക്കരയിലെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2-3 വ്യവസായികളുമായി ബന്ധപ്പെട്ട ഒരാൾ ഇദ്ദേഹമാണ്. ഞങ്ങൾ ഇപ്പോഴും ആ റൗണ്ടിൽ ഉറച്ചു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അതല്ല, അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ടാണ് ബന്ധമെന്നാണ് മറുവാദം. അല്ല, അത് പോലീസ് അന്വേഷിച്ചോട്ടെ. നമ്മുടെ ഗവൺമെന്റ് അല്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ പോലീസാണ്. അത് അന്വേഷിച്ച് ഇപ്പൊ ഇവരുടെ പോലീസ് തന്നെ പാലക്കാട് അന്വേഷിച്ച് അവർക്ക് തെളിവും കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. വലിയ സന്നാഹങ്ങളുമായിട്ടാണല്ലോ പാലക്കാട് വന്നത്. അപ്പൊ അതിൽ നിന്ന് അവർ പിറകോട്ട് പോയി. ഇപ്പൊ തൊണ്ടി കിട്ടിയപ്പോ ആ തൊണ്ടി കിട്ടിയ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആർക്കാണ് ബന്ധമെന്ന് പിടിക്കുന്നതിന് പകരം ഞങ്ങളുടെ പേര് ഇവർ ഭരിക്കുന്ന ആളുകളല്ലേ, ഇവരുടെ ഉദ്യോഗസ്ഥന്മാരല്ലേ ഇതൊക്കെ പിടിക്കുന്നത്. ഞങ്ങൾ ഈ ഭരണത്തിൽ ഇല്ലാത്ത ഒരു കക്ഷിയല്ലേ. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഞങ്ങൾക്ക് അധികാരമില്ല. അതിപ്പോൾ ഈ പറയുന്ന പോലെ അല്ല, അത് തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ ജോലിയാണ്, അവരത് ചെയ്യുന്നു, പണം പിടിക്കുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ ആരോപണം ഈ രീതിയിൽ ഉയർത്തുമ്പോൾ അതൊരു ഗൗരവ സ്വഭാവമുള്ളതാണല്ലോ. ഇപ്പം SNDPയും CPയും തമ്മിൽ അങ്ങനെ ഒരു ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, CPM SNDP ആയിട്ട് ഞാൻ അതിനെ കൂട്ടിക്കഴിച്ചിട്ടില്ല. ചേലക്കരയിലെ SNDPയുടെ യൂണിയൻ പ്രസിഡന്റ്, മുള്ളൂർക്കര പഞ്ചായത്ത് മെമ്പറും മുള്ളൂർക്കര ബാങ്ക് പ്രസിഡന്റുമായ CPI നേതാവാണ്. ഞങ്ങൾ SNDP അത്തരത്തിൽ ആരും ഉന്നയിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ കോൺഗ്രസിനകത്ത് SNDP നേതാക്കന്മാരുണ്ട്, BJPയിലുണ്ട്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ചെറുതുരുത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രീകരിച്ചുള്ള വർക്ക് നടക്കുകയാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പോലീസിന്റെ കണ്ണിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. CCJ എന്ന് പറയുന്ന ആൾ SNDPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അവിടെ ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ പണം ഉപയോഗിക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു ആരോപണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. SNDPയും CPയും തമ്മിൽ അങ്ങനെ ഒരു അപ്രഖ്യാപിത സഖ്യം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നല്ലേ മനസ്സിലാക്കാം? അല്ല, നിങ്ങൾ ഇതിനകത്ത് SNDP കൂട്ടിക്കുഴക്കേണ്ട കാര്യത്തില്ല. ഞാൻ അതല്ലേ പറഞ്ഞത്. ഇവിടെ ചേലക്കരയിലെ SNDP യൂണിയന്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ CPI നേതാവാണ്. അത് ഞങ്ങൾ അങ്ങനെ ഒരു ആരോപണമല്ല ഉന്നയിക്കുന്നത്. ഈ പറയുന്ന ഈ CC ജയൻ എന്ന് പറയുന്ന വ്യവസായിക്ക് CPI നേതാക്കന്മാരുമായി ബന്ധമുണ്ട്. അദ്ദേഹം ഇതിനകത്തൊരു കേരിയറായി എന്ന് യാഥാർത്ഥ്യമാണ്. അത് അന്വേഷിക്കട്ടെ. നമ്മൾ ഒരു തർക്കം നമ്മൾ തമ്മിൽ ആവശ്യമില്ലല്ലോ. ഇതൊരു CPI നേതാക്കന്മാരുമായി വളരെ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിന് ചില മന്ത്രിമാരൊക്കെ ഇടപെടലിന്റെ ഭാഗമായി കേരിയർ ആവേണ്ടി വന്നു. ശ്രീ അൻവർ ഇത് സൂചിപ്പിച്ചല്ലോ. ഇവരുടെ തന്നെ MLA ആയിരുന്ന, ഇത്രയും കാലം കഴിഞ്ഞ 8-9 വർഷമായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന അൻവറാണല്ലോ ആദ്യം ആരോപണം ഉന്നയിക്കുന്നത്, ഞാനല്ലല്ലോ. ആദ്യത്തെ ആരോപണം ഉന്നയിക്കുന്ന അൻവറാണ്. എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടിയപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. 25 ലക്ഷത്തോളം രൂപയാണ് കൊണ്ടുവന്നത്. അതിൽ കുറച്ച് കഴിഞ്ഞ് ഇതിലും കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2-3 ഘട്ടങ്ങളായി കൊണ്ടുവന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ അന്വേഷണത്തിലേക്ക് പോട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. അതെ, ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞത് നേരത്തെ പ്രകൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് കൊണ്ടുവന്ന പണം അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്, കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരമാണ്. കോൺഗ്രസ് കൗൺസിലറുമായി അടുത്ത ബന്ധമുള്ളതാണ് ജയൻ. അതിന്റെ കുറച്ച് ഭാഗം ചേലക്കരയിൽ എത്തിച്ചു എന്ന മറു ആരോപണവും വരുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ CPMഉം അതേപോലെ ആരോപിക്കുകയാണ്. ഞങ്ങളുടെ വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഭരിക്കുന്ന ആളുകൾ തന്നെ ആരോപണം ഉന്നയിച്ചാൽ പിന്നെ അതിനകത്ത് പ്രസക്തിയില്ല. മറ്റൊന്ന്, താങ്കളുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടല്ലോ, സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ മന്ത്രിമാരാണ് പണം കൈകാര്യം ചെയ്യുന്നത് എന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൂടെ കിടക്കുന്നവനാണ് രാപ്പനിയറിയ എന്ന് പറഞ്ഞ പോലെ ഈ ആരോപണം ആദ്യമായി ഉന്നയിച്ച ആൾ ഞാനല്ല. ഞാൻ കുറച്ചുകൂടി വസ്തുതാപരമായി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഉന്നയിച്ചത്. ഇതാദ്യം പറഞ്ഞത് LDFന്റെ മന്ത്രിയായിരുന്നു. ഞാൻ നിയമസഭയ്ക്ക് അകത്തിരിക്കുന്ന സമയത്ത് ഈ അൻവർ ഇവർക്ക് വേണ്ടി എത്രയോ കൊള്ളൂത്ത് നിയമസഭയ്ക്കകത്ത് നടത്തി ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീ VD സതീശനെ എത്രയോ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് അന്വേഷണങ്ങൾ ഉത്തരവിട്ട സർക്കാരാണ്. അൻവറാണ് ഇത് വളരെ കൃത്യമായി ചില മന്ത്രിമാർക്ക് വേണ്ടി ഇദ്ദേഹം കൊണ്ടുവന്ന പണമാണെന്ന് അൻവറാണ് ആയിട്ടാരും ഉന്നയിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ അതിന്റെ വസ്തുതാപരമായി ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ കമ്മീഷന് പരാതി നൽകി അതിന്റെ നടപടികൾക്ക് പോകുന്നത്. ഈ CPMന്റെ ജില്ലാ സെക്രട്ടറിയും ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുകയാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറിയും ആരോപണം ഉന്നയിക്കുകയാണ്. ഈ ജയൻ എന്ന് പറഞ്ഞ ആൾ കൊണ്ടുപോയ പണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് CPMഉം പറയാൻ. അപ്പൊ അതിനകത്ത് കൃത്യമായ വസ്തുതാപരമായ ഒരു അന്വേഷണം നടക്കണം. അന്വേഷണം നടക്കുമ്പോൾ സത്യം പുറത്തു വരും.
ശരി, ശ്രീ അനിലക്കര ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് കോൺഗ്രസ് നേതാവ് അനിലക്കരയാണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായത്. CPI-യുമായുള്ള ഒരു ബന്ധമാണ് അത്. SNDP-യുമായി കൂട്ടിക്കെട്ടുന്നില്ല, പക്ഷേ വ്യക്തിപരമായ ബന്ധം അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിലുള്ള പശ്ചാത്തലം ജയനുണ്ട് എന്നാണ് അനിലക്കര പറയുന്നത്. അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് കൂടി പറയുന്നു.